എന്നാ ഒരു തട്ടിക്കൊണ്ടുവന്ന നീ സീ നോക്കുകള് കൊല്ലാൻ നോക്കുന്ന ചെക്കൻ പേടിച്ചിട്ടുള്ളട്ടാ. വെജീസ് ഓക്കെ. വെജ് എന്ന് വെച്ച് വെജ് എന്ന് വെച്ചിട്ട് നമ്മളാ ഏത് ഷോർട്ടാ ചെക്കൻ പേടിപ്പിച്ചെന്താ ഷോർട്ട് കിട്ടിയോ? ഷോർട്ട് നോക്കടാ ചെക്കനെ പേടിപ്പിച്ചെന്താ അവന്റെ കൈ കൊടുത്തായിരുന്നു ഇതെന്തോ വേറെന്തോ ഇതിന് അറിഞ്ഞുകൊടുത്താ ഇത് ആവശ്യത്തിനല്ല കൊണ്ടുവരുന്ന സീനുണ്ട്. വിഷയം ആയിരിക്കും. അപ്പൊ എനിക്ക് കഴിക്കുന്ന ഷോട്ട് അത് അതെ വെറൈറ്റിക്ക് ആമരെ കൊണ്ട് കഴിക്കുന്ന ഷോട്ട് എടുപ്പിച്ചാലോ? പേരുണ്ട് ഞാനെങ്ങനെ മറ്റേ വേറെ ലെവലിലേക്ക് പോയാലോ? അവരെ കുക്കിട്ട് ക്യാമറ തന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഫോൺ വലിയ വേറെ ഷൂട്ട് കിട്ടിയിരുന്നു. ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിലാണ് ഷൂട്ടാൻ തോന്നുന്നു. അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആമസോണിന്റെ അവന്റെ അടുത്താ എന്റെ അടുത്തുണ്ട്. ഇതാണ് ഒളിവിൽ കിടക്കുന്ന സെൻസ്. ഇതാണ് ക്യാമറയ്ക്ക് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്താ ചെയ്യാ അതില്ല ബിഹൈൻഡ് ദ സീൻ. എടാ അത് ഏതാ സാധനം? ഇത് ചിക്കൻ ആൻഡ് ഇതാണ് നമ്മൾ ബ്ലോഗില് കഴിക്കുന്ന പിസ്സ. അത് കഴിച്ചിട്ട് നമ്മൾ കഴിക്കും. സാധാരണ അങ്ങനെയാണ്. ആ വൈകിലല്ലേ പോ. നിങ്ങൾക്ക് ഇപ്പോ ഇതില് ഞാനാണ് ഇപ്പൊ എത്ര വീഡിയോ ഇറങ്ങിയാല് 3 വീഡിയോ സീൻ എടുത്തത് ഞാനാണ്. പിന്നെ വേറെ ഇതല്ലാണ്ട് മ്യൂയിങ് ഇതൊക്കെയല്ലേ ബിഹൈൻഡ് സീന്. ഷൂട്ടിങ്ങിന്റെ പ്രത്യേക ഇതെന്താണോ കുറുക്കൻ ഒന്നുകൂടെ വെറൈറ്റി സാധനം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ നോക്കിയപ്പോ ഇത് ഫോൺസ് ക്രാപ്പ് നമുക്കൊരു വെറൈറ്റി കണ്ടന്റ് ആണ്. കാരണം അത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ബെറ്ററാണ്. നിങ്ങൾക്ക് ബെറ്ററാണ് പറ്റുന്നുണ്ട്. അതൊന്ന് അവരോട് സെറ്റ് ചെയ്യാം. പോടാ അത് നമ്മളന്ന് ലെഗ് പീസ് ഒക്കെ പറഞ്ഞില്ലേ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അല്ല നമുക്ക് അല്ല നമ്മള് പ്രോൺസ് ആണോ? സീ ഫുഡ് പ്രോൺസ് ഇല്ലടാ. അത് പ്രോൺസ് ക്രാബ് ക്രാബൊക്കെ ഉണ്ട്. അത് ഇവനോട് ചോദിക്കണം. ഒരു ജാതി കാണിക്കരുത്. അല്ല അത് അതല്ല അത് റീൽസിൽ ഞാൻ എത്ര നേരം അവിടെ വന്നിരുന്നിട്ട് അഭിനയിച്ചെന്ന്. അതല്ലടാ അത് നമ്മള് മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞിരിക്കും വീഡിയോയില്. ലെഗ് പീസിന്റെ വീഡിയോയില് പിന്നെ മുഖം ഇല്ലാണ്ട് പിന്നെ നമുക്ക് അതുകൊണ്ട് എന്താ വ്യൂസ് കയറിയില്ല. അല്ല പിന്നെ അത് വേറെ വെയിറ്റ് ചെയ്തിട്ടേ ഇവനീ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞ പകുതി ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ അതിൽ നീ വ്ലോഗ് ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള കണ്ടന്റ് മാത്രമാണ്. നോട്ട് ഫോർ യൂട്യൂബ്. ഉറപ്പല്ലേ? ഒരു പീസ് പോലും എനിക്ക് അത്രയും സന്തോഷം. ഞാൻ സന്തോഷത്തിലേ കഴിക്കണത്.
ഞാൻ എന്നെ സന്തോഷിച്ചിരിക്കുന്നത് പക്ഷെ ഞാന് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അല്ല ഒഴിവാക്കിയില്ല. ഐ എം ഹെൽപ്ലെസ്. കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ്. ഞാൻ മനസ്സിലാക്കണം. നാളെ എടുക്കുന്ന ഇറങ്ങി പോണീന്നാണോ പറഞ്ഞത്? ഫുഡ് വന്നു കഴിഞ്ഞാൽ ആയ കൊല മാറും. അല്ല നിന്നെ ജനുവരി ഞാൻ എന്താ പറയുന്നത് വെച്ചാല് നിന്നെ വിളിക്കുന്നത് നീ ഒരു സ്വന്തമായിട്ടൊരു ചാനലാണ്. നിന്നെ പോലത്തെ നാനോ വ്ളോഗേഴ്സിനെ നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിനക്കൊരു കണ്ടന്റ് എന്നുള്ളതിന് മാത്രമാണ് ഞാൻ. പക്ഷെ നീ അതൊരു എനിക്കിപ്പോ തോന്നുന്നുണ്ട് ചാനൽ തുടങ്ങിയിട്ട് തിന്നാൻ വേണ്ടിട്ടാണ്. അതാണ് പിന്നെ എന്റെ കാട്ടിക്കുട്ടി കണ്ടാ അങ്ങനെ തോന്നിപ്പോവും. എടാ ഞാൻ 2 ബൈറ്റ് എടുക്കണോ നിനക്ക് ഇത്ര? ഓക്കെ, ഇപ്പൊ 2 ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എനിക്ക് ഞാൻ എന്നോട് പറയാം എല്ലാത്തിനും എനിക്ക് ഓരോ പീസ് തരാന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ അല്ല. ഞാൻ എന്താ പറഞ്ഞത് അതിന് എല്ലാത്തിനും ചെറിയ പീസ് ഞാനൊന്ന് പാർസൽ കൊണ്ടുപോകും. അപ്പൊ നീ ചാടിക്കടിച്ചു പറ്റില്ല. അങ്ങനെ പറയുമ്പോ പറയാ ഞാൻ പറഞ്ഞതില് കാര്യമുണ്ട്. ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോ യു ആർ ഫേക്ക്. നിനക്കിപ്പോ നഷ്ടങ്ങൾ ഉണ്ടാവണമെന്ന് നടത്താം. ഞാൻ നഷ്ടങ്ങളേ ഉള്ളൂ, ലാഭമൊന്നും ഇല്ലാതെ. മറ്റേത് നിശാനെന്തേലും പാർസൽ ഉണ്ടാവും. സത്യം ഞാനിപ്പോ ഇന്നലെ രാവിലെ നിനക്കൊന്ന് 2 ദിവസത്തേക്ക് തിന്നാനുള്ള സാധനം കൊണ്ട് വിളിച്ചാൽ പോകും. അതല്ല വേറെ കോമഡി. ഇന്നലെ എനിക്ക് ഉച്ചക്ക് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു, നല്ല അയില പൊരിച്ചുണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, കൂന്തളെല്ലാം ഉണ്ട് ഇവിടെ. കാരണം മിഞ്ഞാന്ന് ഞാൻ വ്ളോഗിന് പോയി, കായലും കടലും മന്തി ഉണ്ടായിരുന്നു. മിഞ്ഞാന്ന് ഞാൻ വ്ളോഗിന് പോയി, ഇതൊക്കെ എനിക്ക് പാർസൽ കിട്ടി. അപ്പൊ ഞാൻ ഇതിങ്ങനെ തിന്നുമ്പോ ആലോചിക്കുക, ഇഞ്ഞാത്ത വ്ളോഗിന് അമീർ വന്നിട്ടില്ല. അതോടെ സാധനങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ തിന്നാണ്ട് 1.5 ദിവസം തിന്നാനുള്ള സാധനം ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ അതിന്റെ പൊറോട്ടയും അയില പൊരിച്ചത് കഴിച്ചത്. 1.5 ദിവസം കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. അമീർ ഞാൻ വന്നിട്ടില്ല. അതിന്റെ തലേന്ന് നമ്മളൊരു വ്ളോഗിന് പോയി, അതിന്റെ തലേന്ന് വ്ളോഗിന് പോയി. അവിടെ ഒരു ചെറിയ സാധനം മറ്റേ ഏതായിക്കോട്ടെ വാട്ടർ കിസ് അതൊന്നും വല്ല കാര്യം. ഇംഗ്ലീഷും പുറ്റോ വേറെ കൂട്ടാണ് പറഞ്ഞത്. അല്ല ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ ഞാൻ ഇന്ന് രാവിലെ അല്ലേ, ഞാൻ തമാശ അറിയില്ല അമീറ, ഞാൻ രാവിലെ പൊറോട്ട അയില പൊരിച്ചത് കഴിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കുക, രാവിലെ എന്ത് സുഖം. ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത് ഫ്രെയിം കറക്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ഞാൻ നിപ്പിച്ചാ പോരെ. സംഭവം ശരിയാ, ഭക്ഷണല്ലേ ഇത് കൊടുത്ത് നിനക്കൊരു ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഞാന് ഇപ്പൊ റോഡിലൂടെ ഒരു പിച്ചക്കാരനോ ഒരു പാവപ്പെട്ടവനോ ഭക്ഷണം ഇല്ലാതെ പോവാ, ഓനക്ക് ഞാൻ എന്റെ കാശിന് ബ്ലോഗൊന്നും വേണ്ട, എന്റെ കാശിന് വാങ്ങിച്ചു കൊടുക്കും. നമ്മള് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇവിടുന്ന് മുണങ്ങിയിട്ട് ബാക്കി പെരി പോയിട്ട് ഉമ്മ ഉണ്ടാക്കി വെച്ചാൽ മുണങ്ങാൻ പോവാണ് ചെയ്യും. നീ മുണങ്ങും ചോറ്റില് വെള്ളം വെച്ചിട്ട് അത് ഊറ്റി തന്നു ചെയ്യും. നിനക്ക് തന്നിട്ട് ഒന്നുമില്ല. ഇന്നത്തെ നീ ഇടണ്ട അപമാനങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപമാനങ്ങളാ. ഞാനേ ഇവന്റെ കൂടെ തിന്നൊക്കെ ദഹിച്ചു പോയി. അത് ഇജിപ്പോ ഇവിടുന്ന് പ്രതിഞ്ഞെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ദിൽഷാദെ. ഇനി ഞാൻ നിന്റെ കൂടെ എപ്പോഴും വ്ളോഗിന് വരും, പക്ഷെ ഒരു സാധനം നീ നിർബന്ധിക്കാതെ ഞാൻ കഴിക്കൂലാണ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറയില്ല ഇവർക്ക് ആ ചാൻസിൽ അതെനിക്ക് പറയാൻ പറ്റുമോ? ആൺകുട്ടിയാണ് തെളിയിക്കും, അല്ല സബ്സ്ക്രൈബ് അത് തെളിയിച്ചാൽ ഇന്ന് എനിക്കൊരു 100 സബ്സ്ക്രൈബർ. അപ്പൊ എന്താ ആവശ്യം സബ്സ്ക്രൈബറോ എന്റെ ചാനൽ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ചെയ്യുക, കുറച്ച് വീഡിയോ എടുക്കുക, പോവാ. അത്രേ ഉള്ളൂ, സിമ്പിൾ സംഭവം. ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള മാത്രം. ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ നീ ചെയ്യേണ്ടത് എനിക്കൊരു ഉപദ്രവമാണ്.